ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഡേ 2 ഓഫ് ഹൈദരാബാദ് സീരീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. പോകുന്ന വഴി ഇതാ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടു. 3 പേരൊക്കെയാണ് വണ്ടിയിലോട്ട് ഇരിക്കുന്നത്. എങ്ങനെ കൊണ്ടുപോകുന്നാവോ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് എൻട്രി ഫീ ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴേ അല്ല, നല്ല ഏരിയ ഉണ്ട് ഉള്ളിലോട്ട്. ഈ എൻട്രി ഫീ എടുക്കാൻ വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്ന കൗണ്ടറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എൻട്രി ഫീ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോകാൻ പോവാണ്. അകത്ത് ഗൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഇത് ടൂറിസത്തിൻ്റെ തന്നെ ഗൈഡ്സ് ആണ്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ വേണം ചൂസ് ചെയ്യാനായിട്ട്. സൗണ്ട് സിസ്റ്റത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫോർട്ട് പണി ചെയ്തേക്കുന്നത്. ഇത് പണ്ടൊരു ഹില്ലി ടെറേൺ ആയിരുന്നു. സോ ഈ ഫോർട്ട് പണിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ആണ്. സോ നല്ല ആരോഗ്യമുള്ള വർക്കേഴ്സിനെ വെച്ച് മാത്രമേ അവർ ഈ ഒരു പണി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വർക്കേഴ്സിനെയൊക്കെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം മെത്തേഡ് വെച്ചിട്ടാണ്. സോ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം, താഴെ ഇരിക്കുന്ന ആ ഒബ്ജക്റ്റിനെ ആ റോപ്പ് കൊണ്ട് ആ പയ്യൻ തൂക്കാൻ ശ്രമിക്കുന്നത്. അത് ഏകദേശം 240ഓളം കിലോ വരുന്ന ഒരു ബ്ലോക്കാണ്. അപ്പം അത് തൂക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇത് രാജാക്കന്മാരൊക്കെ പോകുന്ന വഴിയാണ്. മിനിസ്റ്റേഴ്സിന് അപ്പുറത്ത് വേറെ വഴിയുണ്ട്. തൊട്ടടുത്ത് കാണുന്ന വോൾസിനപ്പുറത്ത് പ്രജകൾക്കുള്ള വഴിയാണ്. അപ്പോൾ ആ വോളിൽ തന്നെ ചെറിയ ഓപ്പണിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട്. അതായത് രാജാക്കന്മാരെ കാണുമ്പോഴത്തേക്കും തല കുനിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ പൊക്കം കുറഞ്ഞ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോർട്ട് ആദ്യം നിർമ്മിച്ചത് കാക്കതീയ റൂളർ ആയിട്ടുള്ള പ്രതാപരുദ്രയാണ് 11th സെഞ്ചുറിയിൽ. അന്ന് ചെളി കൊണ്ടാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത്. പിന്നെ പല രാജാക്കന്മാർ പല പല വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 62 വർഷമൊക്കെ എടുത്തു ഇത് പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. തെക്കേ ഇന്ത്യയിലെ തന്നെ മധ്യകാല രാജവംശമായിരുന്ന കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കേന്ദ്രവും കൂടെയായിരുന്നു ഈ ഗോൾക്കൊണ്ട ഫോർട്ട്. സോ അവരാണ് കോട്ടയ്ക്ക് ഇന്ന് കാണുന്ന ഈ രൂപം നൽകിയത്. സോ ഇവിടെ കുറെ ഭാഗങ്ങളൊക്കെ യുദ്ധത്തിന്റെ സമയത്ത് കയറ്റ് നശിച്ചു പോയിട്ടുണ്ട്. ഈ കാണുന്ന മോസ്കിന്റെ മോഡൽ വെച്ചിട്ടാണ് 1591 സുൽത്താൻ മുഹമ്മദ് കുലി കുതുബ് ഷാ ചാർമിനാർ നിർമ്മിച്ചത്. സോ ഈ മോസ്കിനടുത്തായിട്ട് ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. സോ ഇതൊന്നും നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടില്ല. ചുമലിലൊക്കെ എഴുതി വെച്ചും തറയിലൊക്കെ തുപ്പിയിട്ടും അവിടെ ഇവിടെയൊക്കെ ചപ്പും ചവറും ഇട്ടും ആകെ കൂടെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ വലിയ വിഷറി ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിരുന്നു. സോ വിഷറിയുടെ കയറൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒരു സംഭവമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ അതാണ് നിങ്ങൾ ഈ കാണുന്ന കുറച്ച് ചെറുതായിട്ട് തള്ളി നിൽക്കുന്ന ഒരു ഹോളൊക്കെയുള്ള സംഭവം. അതൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്ന ചെറിയ അഴികളുള്ള റൂംസ് ഒക്കെയാണ് അന്നത്തെ കാലത്ത് മിനിസ്റ്റേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന സ്ഥലം. ഈ കാണുന്നത് ഒരു സ്റ്റേജാണ്. സോ അന്നത്തെ കാലത്ത് ഡാൻസേഴ്സ് ഒക്കെ ഇവിടെ നിന്നായിരുന്നു ഡാൻസ് ചെയ്തിരുന്നത്. സോ ഇതൊക്കെയാണ് ഗസ്റ്റിന് സഞ്ചരിക്കാനുള്ള വഴി. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബഞ്ചാര ഡാൻസേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പെർഫോം ചെയ്യിക്കും. സോ അവരൊക്കെ ആ സമയത്ത് ഇവിടെയൊക്കെയാണ് താമസിച്ചിരുന്നത്. സോ നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് നമുക്ക് റൂം കിട്ടിയത് ബഞ്ചാര ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ നമ്മുടെ ഗൈഡ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ബഞ്ചാര ഡാൻസേഴ്സിനെ ഉദ്ദേശിച്ചാണ് ആ സ്ഥലത്ത് ബഞ്ചാര ഹിൽസ് എന്ന് പേര് കിട്ടിയതെന്ന്. നല്ല പൊരിഞ്ഞ വെയിലും ചൂടും കൂടെ ആയിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗണ്ട് സിസ്റ്റത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. സോ പണ്ട് കാലത്തൊന്നും ഇവിടെ കോളിംഗ് ബെൽ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ലാപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് അറിയിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാപ്പ് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ അത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആ ശബ്ദം. സോ ഇതാണ് ആ സമയത്ത് ക്വീനൊക്കെ യൂസ് ചെയ്തിരുന്ന ബാത്ത് ടബ്. അപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വുഡൻ സ്റ്റെപ്സ് വെക്കുമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. സോ 2 ഹോൾസ് ഉണ്ട് 2 അറ്റത്തും. ഒന്ന് ഹോട്ട് വാട്ടർ വരാനും ഒന്ന് കോൾഡ് വാട്ടർ വരാൻ വേണ്ടിയിട്ടും. സോ ആ സമയത്തൊക്കെ ഇവിടെ ഫുഡിലും കർട്ടൻസ് ഇട്ടായിരിക്കും മറിച്ചിരിക്കുന്നത്. സോ ഇത് കാണുന്ന പോലെ തന്നെ ക്വീനിൻ്റെ മദറിലേക്കും തൊട്ടപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് അന്നത്തെ അവരുടെ ബാത്റൂം സിസ്റ്റം. ഇത് ബാത്റൂമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം ക്ലോസറ്റിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനൊരു സെറ്റപ്പാണ് അന്നൊക്കെ ചെയ്തിരുന്നത്.
പിന്നെ നമ്മൾ ചുമരിൽ സോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം. ഇപ്പോൾ ആ ചുമരൊക്കെ എന്തൊക്കെയോ എഴുതി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർ, നല്ലതായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോ ഇതായിരുന്നു അന്നത്തെ കാലത്ത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും വരുന്ന 2 ഹോൾസ്. വെള്ളം സ്റ്റോർ ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ഇതിലായിട്ടായിരിക്കും വരുന്നത്. സോ ആ കാണുന്ന മതിലയിൽ 3 ഹോൾസ് ഉണ്ട്. സോ അവിടേക്ക് തീ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ചൂടാക്കുന്നത്. സോ അതായിരുന്നു അന്നത്തെ കാലത്തെ ഗീസർ. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. സോ ഒരു 20 ആൾക്കാർ വെച്ചിട്ടാണ് ഈ ചൂടുവെള്ളം ബാത്ത് ടബ്സിൽ കൊണ്ട് നിറയ്ക്കുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇത് ആക്ച്വലി അന്നത്തെ സമയത്തൊരു ജഡ്ജ്മെൻറ്റ് ഹോളാണ്. അത് കിങ്ങിനും ക്വീനും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 വിൻഡോസ് ആണ്. സോ ക്രിമിനൽസിനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാണാനായിട്ട് പറ്റില്ല. ഇൻ ബിറ്റ്വീൻ ഒരു പ്രൊട്ടക്ഷൻ വാൾ ഉണ്ട്. ഇൻ കേസ് ഈ ക്രിമിനൽസ് എന്തെങ്കിലും കിങ്ങിനെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ടൂൾസ് എടുത്ത് എറിയുമ്പോൾ ഈ വാളിൽ തട്ടി താഴെ വീഴുമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റത്തിന്റെ എഫക്റ്റ് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കേൾക്കാം. Are you able to see king and queen? No. It's a protection. സോ ഇത് അന്നത്തെ കാലത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന മുറികളാണ്. ഇത് 3 മുറികളാണ്. സോ ഇത്രയും നീളത്തിൽ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ക്വീനിൻ്റെയും ക്വീനിൻ്റെയും മുറി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇവിടെ കണ്ടെന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ ഒരു കോണിൽ നിന്ന് നമ്മൾ മെല്ലെ സംസാരിച്ചാൽ പോലും നല്ല ശബ്ദത്തിൽ അപ്പുറത്തെ കോണിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അടിപൊളിയായിരുന്നു അത്. നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ആയിരുന്നു ഇത്. സോ ഈ കാണുന്നത് ഒരു സ്റ്റേജാണ്. പരിപാടികളുള്ള സമയത്ത് ഇവിടെ ഒരു വലിയ ഡോം കെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ സ്റ്റേജ്. അപ്പോൾ ഇവിടെ കാണുന്ന പെർഫോമൻസ് ഒക്കെ അവിടെ രാജാക്കന്മാർ ഇരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ കാണുന്നതാണ് അന്നത്തെ ക്വീനിൻ്റെ ഒക്കെ മേക്കപ്പ് റൂം. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു റോസ് വാട്ടർ സ്റ്റോറേജ് ടാങ്കും അവർ കെട്ടിയിട്ടുണ്ട്. സോ ഇന്നതൊരു വേസ്റ്റ് വാട്ടർ സ്റ്റോറേജ് ടാങ്കാണ്. നമ്മൾ നേരത്തെ കണ്ടത് ക്വീനിൻ്റെയും മദറിൻലായുടെ ഒക്കെ ബാത്ത് ടബാണ്. സോ ഇതാണ് കിങ്ങിൻ്റെ ബാത്ത് ടബ്. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രേമലു മൂവിയിൽ കാണുന്ന ലൊക്കേഷൻ. സോ ഒരു 360 പടി മുകളിലോട്ട് കയറിയാൽ ഇത് എൻ്റയർ സിറ്റി കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമ്മൾ പിന്നെ അതിന് നിന്നില്ല, ഓൾറെഡി ടയേർഡ് ആയിരുന്നു. സോ നമ്മളെടുത്ത പാക്കേജിലും ഇത്ര വരെയുള്ള സ്പോട്ട്സേ അവൈലബിൾ ആയിരുന്നുള്ളൂ. സോ ഇതിനും കൂടുതലുള്ള പാക്കേജ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് കോട്ട തറക്കാനായിട്ട് വന്ന ശത്രുക്കളുടെ പിടിച്ചെടുത്ത ആയുധങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഈ കാണുന്നത് ദ എൻറ്റയർ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നതും സോ റൂട്ട് മാപ്പൊക്കെയാണ്. തെലുങ്കിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചു വായിക്കുന്നത്. സോ ഫോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞു. സോ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ രസം തോന്നി. എല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിക്ക് വിശപ്പ് വെച്ചു. പിന്നെ ഹൈദരാബാദിലെത്തിയാൽ ബിരിയാണി ഇല്ലാണ്ട് പിന്നെ എന്താഘോഷമല്ലേ. അപ്പോൾ നമ്മൾ നേരെ പാരഡൈസ് റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. സോ ഇത് ഗച്ചിബൗളിയിലുള്ള ഔട്ട്ലെറ്റാണ്. നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ കബാബാണ് പറഞ്ഞിരുന്നത്. അധികം മസാലയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ മിൻ സോസും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഡാൽ കിച്ചടി പറഞ്ഞു. ഡാൽ കിച്ചടി നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയുടെ കേസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സൂപ്പർ ചൂടോടെ സെർവ് ചെയ്ത ബിരിയാണി ആയിരുന്നു. ഒരു ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. റൈസൊക്കെ നല്ല നീണ്ട് ഫ്ലേവർഫുള്ളായിട്ട് വെൽ കുക്ക്ഡായിട്ടുള്ള ബിരിയാണിയാണ്. സോ ഹൈദരാബാദ് വരുന്ന ഒരു പാരഡൈസിലെ ബിരിയാണി മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഇനിയും വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടാറ്റ ആൻഡ് ബൈ.